ഇനി നമ്മൾ കണ്ണൂരിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാട്ടോ ചെയ്തെടുക്കുന്നത്. മുട്ട പപ്സിൻ്റെ അതേ രുചിയിലുള്ള നല്ലൊരു പോളയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള ഉപ്പും ചേർത്തിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മാത്രം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയാട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 കപ്പ് മൈദ, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ 3/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാരണ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ നമ്മൾ 1/4 കപ്പോളം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക. ഇനി നമ്മൾ മുട്ട പുഴുങ്ങി വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുട്ടയാണ് മിനിമം നല്ലത് കേട്ടോ. അപ്പോൾ 2 എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം നല്ല സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട ആയതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ 1 മുട്ട 4 പീസാക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ സോസ് പാൻ ആട്ടോ വെച്ചത്. അപ്പോൾ സോസ് പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ പാൻ ആയാലും മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിതാ ബാറ്റർ 3/4 ഭാഗത്തോളം ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മസാല നമ്മൾ ഇതിലേക്കൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരുന്നു. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് ഒന്നിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മസാല കൂടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒരു മുട്ടയുടെ മേലെയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററും കൂടി ഇതിൻ്റെ മേലെ ആ ഒരു മുട്ടയും മസാലയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലൊന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെക്കുകയാണ്. ഏകദേശം 1 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് തക്കാളിയും അതുപോലെ മല്ലിയിലയും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. തക്കാളിയുടെ ആ ഒരു പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിൽ അരമണിക്കൂർ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണേ. ഇപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തപ്പോൾ നന്നായിട്ട് അടിഭാഗമൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്, മേലെ ഭാഗം കുറച്ചും കൂടെ ഇങ്ങനെ റെഡി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വേറൊരു പാനിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം പിന്നെയും കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വേറൊരു പാനിലേക്ക് നേരത്തെ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ പോള ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ സൈഡും കൂടെ ഏകദേശം 1 മിനിറ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കൊന്നിങ്ങനെ തട്ടി വെച്ചാൽ മതിയേ. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും, മുട്ടയൊക്കെ ചേർക്കുന്ന ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു പപ്സിൻ്റെ ടേസ്റ്റുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു തക്കാളി ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ മല്ലിയില മാത്രമേ കറിവേപ്പിലൊക്കെ വെച്ച് കൊടുത്താലും മതിയേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പപ്സ് പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആവശ്യമുണ്ട്, പക്ഷെ അത്രയും ടേസ്റ്റ് തന്നെയാണ്. കറക്റ്റ് നമ്മൾ മുട്ട പപ്സ് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉള്ളതാണ്. ഞാനിവിടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ പറയും ഭയങ്കര ടേസ്റ്റ് ആണെന്നില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഇങ്ങനെ മുട്ട പപ്സൊക്കെ പോലെ നടുക്ക് ഇങ്ങനെ മസാലയും മേലെയും താഴെയും മാവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.